ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നവരാത്രി ഒക്ടോബർ 3 മുതൽ 13 വരെ നീണ്ടു നിൽക്കുന്ന 10 ദിവസത്തെ ഉത്സവം. ഒരുപാട് നവരാത്രികളുണ്ട്. നമ്മളിതിനു മുമ്പ് ആ വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാ നവരാത്രികളിലും ഏറ്റവും പ്രധാനപ്പെട്ട നവരാത്രിയാണ് ശാരദീയ നവരാത്രി. അതുകൊണ്ട് തന്നെ ആ നവരാത്രിക്ക്, അതായത് ശാരദീയ നവരാത്രിക്ക് മഹാനവരാത്രി എന്നും പറയുന്നു. അശ്വിന മാസത്തിലെ ഈ നവരാത്രിയാണ് ഒക്ടോബർ 3 തീയതി മുതൽ 13 തീയതി വരെ നടക്കുന്നത്. നവരാത്രിയിലെ 9 ദിവസവും മഹാദേവിയുടെ 9 രൂപങ്ങൾ പ്രാർത്ഥിക്കുക. 9 ദിവസത്തെ ആഘോഷം 10-ാം ദിവസത്തെ വിജയദശമി അല്ലെങ്കിൽ ദസറയോടു കൂടിയാണ് അവസാനിക്കുന്നത്. ഈ നവരാത്രിയിൽ ആദ്യത്തെ ദിവസം ഏത് ദേവിയെ പ്രാർത്ഥിക്കണമെന്നും എന്തൊക്കെയാണ് വഴിപാടുകളായി സമർപ്പിക്കേണ്ടതെന്നും ഏത് നിറത്തിനാണ് പ്രത്യേകതയെന്നും ഇതെല്ലാം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ ഇട്ടിരുന്നു. അത് എല്ലാവരും കേൾക്കണം. തുടർന്നും വീഡിയോകൾ ഇടാം ഓരോ ദിവസത്തെയും. അതും എല്ലാവരും കേട്ട് അതനുസരിച്ച് പ്രാർത്ഥിക്കണം. ഇനി എങ്ങനെയാണ് നവരാത്രി വ്രതം എടുക്കേണ്ടത്? ഒരുപാട് ആളുകളുടെ സംശയമാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല. 3-ാം തീയതി മുതൽ ശുദ്ധ ആഹാരത്തിലിരിക്കുക. അതായത് നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ഉള്ളിയും വെളുത്തുള്ളിയും മുതലായ രജസ് സ്വഭാവങ്ങളുള്ള വസ്തുക്കൾ ഒഴിവാക്കാൻ പറ്റുന്നെങ്കിൽ ഒഴിവാക്കുക. അതൊഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പിന്നെ അധികം എരിവ്, പുളി, ഉപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറയ്ക്കുക. വളരെ സ്വാത്വികമായ ഭക്ഷണങ്ങൾ കഴിക്കുക. ഒരു നേരം അരിയാഹാരം കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ബാക്കി 2 നേരം ഒന്നുകിൽ പഴവർഗ്ഗങ്ങളോ അതല്ലെങ്കിൽ മറ്റു ധാന്യവർഗ്ഗങ്ങളോ ഉപയോഗിക്കാം. ഇനി പ്രധാനപ്പെട്ട ഒരു സംശയമാണ് ഒരുപാട് ആളുകൾ ചോദിക്കുന്നത്. പീരീഡ്സ് ആകും പലർക്കും. വ്രതം എടുത്തു തുടങ്ങി കുറച്ച് കഴിയുമ്പോഴായിരിക്കും ആകുന്നത്. വ്രതം നിർത്തണോ? നിർത്തണ്ട. നമ്മൾ ഏത് അവസ്ഥയിലാണോ ഇരിക്കുന്നത് ആ അവസ്ഥയിൽ തന്നെ ഇരിക്കുക. അതായത് രാവിലെയും വൈകുന്നേരവും കുളിക്കുക. പീരീഡ്സ് അല്ലാത്ത സമയത്ത് നമ്മൾ വിളക്ക് കത്തിക്കുകയോ ക്ഷേത്രത്തിൽ പോവുകയോ ദേവീ മഹാത്മ്യം വായിക്കുകയോ ദുർഗാ സപ്തശ്ലോകി ജപിക്കുകയോ ഒക്കെ ചെയ്യും പീരീഡ്സ് അല്ലാത്ത സമയത്ത്. പക്ഷേ പീരീഡ്സ് ആയിരിക്കുന്ന സമയത്തും നമ്മൾ രാവിലെ എഴുന്നേൽക്കുക, കുളിക്കുക. വിളക്ക് കത്തിക്കുകയോ ദേവീ മഹാത്മ്യം വായിക്കുകയോ ഒന്നും വേണ്ട. പക്ഷേ നമ്മുടെ മുറിയിൽ ഇരുന്ന് കുറച്ച് സമയം അമ്മേ നാരായണ, ദേവി നാരായണ എന്ന നാമം ജപിക്കുക. ശുദ്ധമായ ആഹാരത്തിൽ ഇരിക്കുക. ദേവിയോട് പ്രാർത്ഥിക്കുക. ദേവിക്കും ഇതൊക്കെയുള്ളതാണ്. ദേവിക്കും അറിയാം. ചെങ്ങന്നൂര് ദേവിയുടെ ഐതിഹ്യം നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ, കഥ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അറിയാം ദേവിക്ക്. പക്ഷേ ഒരു കാരണവശാലും വ്രതം അവസാനിപ്പിക്കരുത്. ആ വ്രതത്തിൽ തന്നെ മുമ്പോട്ട് പോവുക. വൈകുന്നേരവും കുളിച്ച് ശുദ്ധമായിരുന്ന് വീണ്ടും അമ്മേ നാരായണ, ദേവി നാരായണ ജപിക്കുക. അങ്ങനെ വ്രതം അവസാനിപ്പിക്കുക. വ്രതം അവസാനിപ്പിക്കുമ്പോഴും നമ്മൾ സാധാരണ ഏകാദശി എടുക്കുന്ന സമയത്ത് അവസാനിപ്പിക്കുന്നത് പോലെ പ്രാർത്ഥിച്ച് വ്രതം അവസാനിപ്പിക്കുക. പാരണാ സമയങ്ങളൊന്നുമില്ല. അത്രയും ദിവസം ശുദ്ധമായ ആഹാരത്തിലിരുന്ന് ദേവിയെ പ്രാർത്ഥിച്ച് നാമം ചൊല്ലി ഇരിക്കുക. അതാണ് ചെയ്യേണ്ടത്. ഒരു കാരണവശാലും വ്രതം അവസാനിപ്പിക്കരുത്. ആ വ്രതം കണ്ടിന്യൂ ചെയ്യുക. വിളക്കിൻ്റെ മുമ്പിലേക്കോ ക്ഷേത്രത്തിലേക്കോ പോകണ്ട എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധിയാണ് വലുത്. പുലയുള്ളപ്പോഴും ബാലായ്മയുള്ളപ്പോഴും എല്ലാം അത് തന്നെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ ജനിച്ച കുഞ്ഞുങ്ങൾക്ക് വളരെയധികം നന്മയും മരിച്ചുപോയ പിതൃക്കൾക്ക് മോക്ഷവും ലഭിക്കും. തുടർന്ന് വീഡിയോകൾ കാണുക. അതിൽ ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ വ്യക്തമായി ഞാൻ പറയാം. മഹാനവമി, ദുർഗാഷ്ടമി,
വിജയദശമി മുതലായ ദിവസങ്ങൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ തുടർന്ന് അങ്ങോട്ട് പറയാം. അതുപോലെ രണ്ടാമത്തെ ചാനൽ നമ്മുടെ കൗസ്തുഭം വെജ് ഫുഡ്സ്, അതിൽ കുറച്ച് സ്വീറ്റ്സും ഈ പൂജാ സമയത്ത് നമ്മൾ സമർപ്പിക്കേണ്ടുന്ന നൈവേദ്യങ്ങളുമൊക്കെ അതിലിടാം. എല്ലാവരും ആ ചാനലിൽ പോയി അതും കൂടെ കണ്ടതിന് ശേഷം അതേപോലെ ചെയ്യാൻ പറ്റുന്നെങ്കിൽ വളരെ ഉത്തമമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, പറയാം. എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക, അതാണ് ഏറ്റവും അത്യാവശ്യം. ഏകദേശം ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അമ്മ മഹാമായയുടെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.